CPI നേതാവ് സുധാകരൻ റെഡ്ഡിക്ക് അന്ത്യാഞ്ജലിയുമായി നാടൊന്നാകി. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന സൂചന നൽകി VD സതീശൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. CPI മുൻ ജനറൽ സെക്രട്ടറിയും മുൻ ലോക്സഭാ അംഗവുമായിരുന്ന സുധാകരൻ റെഡ്ഡിക്ക് അന്ത്യാഞ്ജലിയുമായി നാടൊന്നാകി. ജനറൽ സെക്രട്ടറി D രാജ, നേതാക്കളായ ഡോക്ടർ K നാരായണ, സയ്യിദ് അസീസ് പാഷ, സംസ്ഥാന സെക്രട്ടറി കുനംനേനി സാംബശിവ റാവു തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പ്രതിപക്ഷ നേതാവ് K ചന്ദ്രശേഖര റാവു, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിക്ക് ശേഷം ഗാന്ധി ബോധന ആശുപത്രിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി മൃതദേഹം കൈമാറും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കുമെന്ന സൂചന നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നും ആരോപണം ഗൗരവമായി അന്വേഷിക്കുമെന്നും സതീശൻ പറഞ്ഞു. ഇതിന്റെ ആദ്യഘട്ടമായാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. രാജിവെച്ചതായാലും വെപ്പിച്ചതായാലും ഫലം ഒന്നാണെന്നും സതീശൻ പറഞ്ഞു. എന്നാൽ രാജിവെക്കുമെന്ന കാര്യം ആലോചനയിൽ പോലുമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു. നവംബർ 10 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം. കേരള സർക്കാരുമായി ചേർന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഫുട്ബോൾ ലോക ജേതാക്കളെ കേരളത്തിൽ എത്തിക്കുന്നത്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കൂട്ടബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടന്നുവെന്ന് ആരോപിച്ച പരാതിക്കാരനായ മുൻ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം SIT തലവൻ പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. തെറ്റായ വിവരങ്ങളും വ്യാജ തെളിവുകളും നൽകിയെന്നും ആരോപിച്ചാണ് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ റേഷൻ ഗുണഭോക്താക്കളും തങ്ങളുടെ അർഹമായ വിഹിതം യഥാസമയം കൈപ്പറ്റേണ്ടതാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് വെള്ള, നീല, പിങ്ക് കാർഡുകൾക്ക് സ്പെഷ്യൽ അരി ലഭ്യമാക്കിയിട്ടുണ്ട്. നോൺ പ്രയോറിറ്റി, നോൺ സബ്സിഡി വിഭാഗത്തിന് 15 കിലോഗ്രാമും നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗത്തിന് 10 കിലോഗ്രാമും PHH വിഭാഗത്തിന് 5 കിലോഗ്രാം വീതം അരിയാണ് ഓണത്തിന് സ്പെഷ്യലായി 10.90 രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി ലഭ്യമാക്കിയിട്ടുള്ളത്. ആരോപണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സ്വഭാവശുദ്ധി, അശ്ലേഷമില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും സ്വഭാവശുദ്ധി പാലിക്കണമെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതിയിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കും. TN പ്രതാപന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സുഭാഷ് ഗോപിയെ തൃശൂർ ACP ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. സുഭാഷ് ഗോപിയുടെ വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ വോട്ട് ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കാട്ടിയായിരുന്നു TN പ്രതാപൻ പരാതി നൽകിയത്. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി ആളുകളെ കാണാതായി. തറളി മാർക്കറ്റ് പരിസരവും തറളി തഹസീൽ സമുച്ചയവും കനത്ത അവശിഷ്ടങ്ങളാൽ മൂടപ്പെട്ടതായി അധികൃതർ അറിയിക്കുന്നു. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക വസതി, കടകൾ, വാഹനങ്ങൾ, നിരവധി താമസ സ്ഥലങ്ങൾ എന്നിവ അവശിഷ്ടങ്ങൾക്കിടയിൽ മൂടപ്പെട്ടു. US-ലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ താൽക്കാലികമായി അവസാനിപ്പിക്കുമെന്ന് ഇന്ത്യ. US-ന്റെ പുതിയ കസ്റ്റംസ് നയങ്ങളെ തുടർന്നാണ് നടപടി. $800 വരെ വില മതിക്കുന്ന കുറഞ്ഞ വിലയുള്ള വസ്തുക്കൾ US-ലേക്ക് അയക്കുന്നതിന് അനുവദിച്ചിരുന്ന തീരുവ ഇളവ് ജൂലൈ 30 US റദ്ദാക്കിയിരുന്നു. ഈ തീരുവ പിൻവലിക്കൽ ഓഗസ്റ്റ് 29 നിലവിൽ വരുന്നത്. ഓൺലൈൻ ഗെയിമിംഗ്, വാതുവയ്പ് എന്നിവയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രദുർഗ കോൺഗ്രസ് MLA KC വീരേന്ദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. വീരേന്ദ്രയുടെ വസതികളിലും സ്ഥാപനങ്ങളിലും ED നടത്തിയ റെയ്ഡിൽ 12 കോടി രൂപ കണ്ടെടുത്തിരുന്നു. ഇതിൽ 1 കോടിയുടെ വിദേശ കറൻസിയും ഉൾപ്പെടുന്നു. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ എന്നിവ സന്ദർശിക്കുക.